ഹലോ. രാവിലെ കുഞ്ഞിനെ സ്കൂളിലാക്കിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് വെള്ളിമൂങ്ങയിലെ മാമച്ചനെ ഓർമ്മ വന്നു. ഇതൊക്കെ രാവിലെ എടുത്തിട്ടതല്ലേ 4 പേരെ കാണിച്ചിട്ട് വരാൻ. എന്തായാലും വന്നാലേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ട് വന്ന് വിചാരിച്ചു. നമ്മുടെ ഗൂഗിൾ ചേട്ടൻ ഒരിക്കലും ചതിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. അതായത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ഗൂഗിൾ പിക്സൽ ആയിരുന്നു. ആ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് നിയർലി പൊട്ടിത്തെറിച്ചു. പൊട്ടിയ ഫോണും കൊണ്ട് ഞാൻ ഫോണിൻ്റെ ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും ഇവരെന്നോട് നമ്മൾ ഫോണിനോട് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഫോണിനോട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അത് ബാറ്ററി ബൾജായി പൊട്ടിയ അതിൻ്റെ റീസൺ എന്തായിരുന്നു എന്ന് നിങ്ങളുടെ അടുത്തോടെ പറയാം. കാരണം നമ്മളെല്ലാവരും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളത്. ഓക്കെ, അതിനകത്ത് നമ്പർ 1 ഓവർനൈറ്റ് ചാർജിങ്. എനിക്കറിയാവുന്ന ഒത്തിരിയും പേര് ചെയ്യുന്ന കാര്യം ഞാനും ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ രാത്രിയിൽ കിടക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഫോൺ ചാർജ് ചെയ്യാനിട്ടാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഫുൾ ചാർജ് ആകുമല്ലോ. അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. സെക്കൻഡ് തിങ്, 20% താഴേക്ക് ചാർജ് പോകരുത്. ഞാൻ ചിലപ്പം താഴേക്ക് പോയി സ്വിച്ച് ഓഫ് ആയതിനു ശേഷമായിരിക്കും ചാർജ് ചെയ്യാനായിട്ട് കൊണ്ടുവയ്ക്കുന്നത്. തേർഡ് തിങ്, പവർ ബാങ്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ യാത്രകളിൽ മാത്രം യൂസ് ചെയ്യാനുള്ള സാധനമാണ്. ഞാൻ വീട്ടിലായിരിക്കുമ്പോഴും ഫോൺ ഇടയ്ക്ക് യൂസ് ചെയ്തുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പവർ ബാങ്ക് പ്ലഗ് ഇൻ ചെയ്തുകൊണ്ട് നടക്കാറുണ്ടായിരുന്നു. പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആണ് അടുത്തത്, നമ്മൾ ചാർജ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫോൺ പെട്ടെന്ന് ചാർജ് നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് നിന്ന് ഒരു 50% പടപടാന്ന് താഴെ പോയി 0 എത്തി സ്വിച്ച് ഓഫ് ആയി പോയിരുന്നു. അത് കഴിഞ്ഞ് വെറുതെ ഞാൻ ആ ഫോണൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും ബാറ്ററി ബൾജായി അതിൻ്റെ ഗ്ലാസ് പൊട്ടി. ഭാഗ്യത്തിന് ഞാൻ ഭിത്തിയിൽ പടമായിരുന്നില്ല. അപ്പോൾ ബി കെയർഫുൾ.